ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 29. അമൃതാഹരണവും അസുര നിഗ്രഹവും. ശ്ലോകം 1. ഉദ്ഗച്ഛതസ്തവകരാത്തമൃതം ഹരൽസു ദൈത്യേഷു താന ശരണാനനുനീയ ദേവാൻ സദ്യസ്ഥിരോദിതദേവ ഭവത്പ്രഭാവാത് ഉദ്യത്സ്വയുദ്യകലഹാദിതിജാ ബഭൂവുഹു. പദം. ഉദ്ഗച്ഛത തവ കരാത് അമൃതം ഹരൽസു ദൈത്യേഷു താൻ അശരണാൻ അനുന്നീയ ദേവാൻ സദ്യ തിരോദിത ദേവ ഭവത്പ്രഭാവാത് ഉദ്യത് സ്വയൂഥ്യ കലഹാഹ ദിദിജാഹ ബഭൂവുഹു. അർത്ഥം. സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന അങ്ങയുടെ കരങ്ങളിൽ നിന്ന് അസുരന്മാർ അമൃതം അപഹരിച്ചെടുത്തപ്പോൾ അശരണരായിത്തീർന്ന ദേവന്മാരെ അനുനയിപ്പിച്ചുകൊണ്ട് അങ്ങ് ഉടനെ തിരോധാനം ചെയ്തു. ഹേ ദേവ, അങ്ങയുടെ പ്രഭാവ അതിശയത്താൽ അസുരന്മാർ പരസ്പരം കലഹിക്കാൻ തുടങ്ങി. ശ്ലോകം 2. ശ്യാമ്യാം രുചാഭി വയസാഭി തനും ദദാനീം പ്രാപ്തോസി തുംഗകുജമണ്ഡലഭംഗുരാൻ ത്വം പീയൂഷകുംഭകലഹം പരിമുച്ഛ സർവേ തൃഷ്ണാകുലാ പ്രതിയയുസ്തദുരോജകുംഭേ. പദം. ശ്യാമാം രുച അപി വയസ അപി തനും തദാനീം പ്രാപ്തഃ അസി തുംഗകുജമണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്ഛ സർവേ തൃഷ്ണാകുലാ പ്രതിയയു ത്വത് ഉരോജകുംഭേ. അർത്ഥം. അങ്ങ് അപ്പോൾ മനോഹരിയും ഉയർന്ന കുജകുംഭങ്ങളുടെ ഭാരത്താൽ അല്പം കുനിഞ്ഞവളുമായ ഒരു യുവതിയുടെ രൂപം പ്രാപിച്ചു. അപ്പോൾ അസുരന്മാരെല്ലാം അമൃതകലശത്തിനുള്ള പരസ്പര കലഹം ഉപേക്ഷിച്ചു. മോഹിനി രൂപധാരിയായ അങ്ങയുടെ കുജകലശത്തിൽ കൊതിപൂണ്ട് അരികിൽ വന്നു. ശ്ലോകം 3. ക്വാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമി ത്യാരൂഢരാഗവിവശാനഭിയാച്ഛതോ മൂൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാം ഇത്യാലവന്നപി സുവിശ്വസിതാനദാനീ. പദം. കാ ത്വം മൃഗാക്ഷി വിഭജസ്വ സുതാം ഇമാം ഇതി ആരൂഢ രാഗവിവശാൻ അഭിയാചതഃ അമൂൻ വിശ്വസ്യതേ മയി കഥം കുലടാ അസ്മി ദൈത്യാഃ ഇതി ആലപൻ അഭി സുവിശ്വസിതാൻ അദാനി. അർത്ഥം. ഹേ മൃഗലോചനി, നീ ആരാണ്? ഈ അമൃതം ഞങ്ങൾക്ക് തുല്യമായി ഭാഗിച്ചു തരിക എന്ന് അപേക്ഷിച്ച് അനുരാഗവിവശരായി അടുത്തു വന്ന അസുരന്മാരോട് അങ്ങ്, ഹേ അസുരന്മാരെ, ഒരു കുലടയായ എന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുവെങ്കിലും രാഗ അഭിനയത്താൽ അവരെ വിശ്വാസമുള്ളവരാക്കി മാറ്റി. ശ്ലോകം 4. മോദാത്സുധാകലശമേഷു ദൽസുസാത്വം ദുശ്ചേഷ്ടിതം മമ സഹത്വമിതി ബ്രുവാണ പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ ലീലാവിലാസഗതിഭി സമദാസുധാന്താം. പദം. മോദാത് സുധാ കലശം യേഷു ദദൽസു സ്വാത്വം ദുശ്ചേഷ്ടിതം മമ സഹത്വം ഇതി ബ്രുവാണ പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ ലീലാവിലാസഗതിഭിഃ സമദാഃ സുതാം താം. അർത്ഥം. അസുരന്മാർ സന്തോഷപൂർവം അമൃതകുംഭമേൽപ്പിച്ചപ്പോൾ അങ്ങ് എൻ്റെ തെറ്റായ പ്രവൃത്തികളെപ്പോലും സഹിക്കുവിനെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പന്തികളിൽ ഇരുത്തപ്പെട്ട ദേവാസുരന്മാരുടെ ഇടയിലൂടെ ലീലാവിലാസങ്ങളോടെ നടക്കുകയും ആ ദിവ്യാമൃതം ദേവന്മാർക്ക് മാത്രം വിളമ്പുകയും ചെയ്തു. ശ്ലോകം 5.
അസ്മാസ്വയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷു സമാപ്യ സുതാം സുരേഷു ത്വം ഭക്തലോകവശകോ നിജരൂപമേത്യ സ്വർഭാനുമർത്തപരിപീതസുനമ്യലാവീഹി. പദം: അസ്മാസു ഇയം പ്രണയിനി ഇതി അസുരേഷു തേഷു ജോഷം സ്ഥിതേഷു അത സമാപ്യ സുതാം സുരേഷു ത്വം ഭക്തലോകവശകഃ നിജരൂപം ഏത്യ സ്വർഭാനും അർത്ഥ പരിപീത സുധം ബലാബീഹി. അർത്ഥം: ഇവൾ നമ്മുടെ പ്രണയിനിയാണെന്ന് ചിന്തിച്ച് അസുരന്മാർ മിണ്ടാതെ കാത്തിരുന്നപ്പോൾ ഭക്തജന വശംവദനായ അങ്ങ് അമൃതം ദേവന്മാർക്ക് മാത്രം കൊടുത്ത് അവസാനിപ്പിച്ചതിന് ശേഷം സ്വന്തം രൂപം ധരിച്ച് പകുതി ഭാഗം അമൃതം പാനം ചെയ്ത് കഴിഞ്ഞിരുന്നു. രാഹുവിൻ്റെ ശിരച്ഛേദവും ചെയ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.